നമസ്കാരം, ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള ആരംഭിച്ചു. മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഉറപ്പാക്കണം ജില്ലാ കളക്ടർ. വിശദമായ വാർത്തകളിലേക്ക്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ അനൂപ് ജേക്കബ് MLA സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റിൽ മന്ത്രിയുടെ ചേംബറിൽ യോഗം കൂടി. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന് ലഭിച്ച 5 കോടി രൂപ ലഭിച്ചതിൽ നിന്നും 1,70,00,000 രൂപ ഉപയോഗിച്ച് കിച്ചൺ, ഡൈനിങ് ഹാൾ, അഡൽ ഫിഗർ ലാബ് എന്നിവയുടെ നിർമ്മാണം മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. ഇതിനുശേഷം രണ്ടാം ഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ചില സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോവുകയാണെന്നും MLA യോഗത്തിൽ പറഞ്ഞു. അതിനാൽ രണ്ടാം ഘട്ട വികസനത്തിന് ഗവൺമെന്റിന്റെ തലത്തിൽ അനുമതി എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് MLA ചർച്ച നടത്തുകയും നിവേദനം നൽകുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗം ചേർന്നത്. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കണമെന്ന യോഗത്തിൽ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഡെപ്പോസിറ്റ് വർക്കായി അനുമതി ലഭ്യമാക്കിയാൽ അക്രഡിറ്റ് ഏജൻസിയെ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാമെന്ന് കൈറ്റ് ഉദ്യോഗസ്ഥർ യോഗത്തിൽ അറിയിച്ചു. എന്റെ കേരളം ഇടുക്കി ജില്ലാതല പ്രദർശന വിപണനമേള വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ആരംഭിച്ചു. മേളയുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അവസരമൊരുക്കുകയാണ് 4ാം വാർഷിക പ്രദർശനമേളയുടെ ലക്ഷ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ആയിരക്കണക്കിന് പേർ പങ്കെടുത്ത വിളംബര റാലിയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് വേദി ആരംഭിച്ച സമ്മേളനത്തിൽ ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ജില്ലാ പോലീസ് സൂപ്രണ്ട് TK വിഷ്ണുപ്രദീപ്, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, ADM ഷൈജു P ജേക്കബ്, ഇൻഫർമേഷൻ ഓഫീസർ വിനോദ്, മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ, ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വിവിധ സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പ്രദർശന വിപണനമേള 5-ാം തീയതി സമാപിക്കും. മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഉറപ്പാക്കണം ജില്ലാ കളക്ടർ. ഈ വർഷത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവത്തോടനുബന്ധിച്ച് ഭക്തർക്ക് യാത്ര ചെയ്യാനുള്ള വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഉറപ്പാക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി പറഞ്ഞു. ഉത്സവം ഒരുക്കങ്ങളോടനുബന്ധിച്ച് കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു. മെയ് 12-നാണ് ഇത്തവണത്തെ മംഗളാദേവി ചിത്ര പൗർണമി ഉത്സവം നടക്കുക. പെരിയാർ കടുവാ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തുന്ന ഭക്തർക്കായി വിവിധ വകുപ്പുകൾ ഏർപ്പെടുത്തുന്ന സജ്ജീകരണങ്ങൾ യോഗം ചർച്ച ചെയ്തു. ട്രാക്ടറുകളിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ അനുവദിക്കില്ല. വൈകിട്ട് 5-ന് ശേഷം ക്ഷേത്ര പരിസരത്ത് ആരെയും തുടരാൻ അനുവദിക്കില്ല. അതിനു മുമ്പ് പൂജാരി ഉൾപ്പെടെ എല്ലാവരും തിരികെ മലയിറങ്ങണം. RTO നിഷ്കർഷിക്കുന്ന തുകയായിരിക്കും ട്രിപ്പ് വാഹനങ്ങൾക്ക് ഭക്തരിൽ നിന്നും ഈടാക്കാൻ അവസരം ഉണ്ടായിരിക്കുക. ഇതോടെ ചാനൽ 91 8 മണി വാർത്ത സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നവരെ ഏവർക്കും ശുഭദിനം.